ഹായ് മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, കറക്റ്റ് അങ്ങ് പഠിച്ചു പോവാ. ഇങ്ങനത്തെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ പി ക്യു ഈക്വൽ പി ആർ, ചിത്രത്തിൽ പി ക്യു പി ആറിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന 2 സൈഡ് ഈക്വൽ ആണെന്നാ പറഞ്ഞത്. ഏതൊക്കെ സൈഡാ ഈക്വൽ? പി ക്യു ഈക്വൽ പി ആർ, പി ക്യു ഈക്വൽ പി ആർ. അങ്ങനെ 2 സൈഡ് ഈക്വൽ ആയതിന് പുറമെ ഒരു ആംഗിൾ 30 ഡിഗ്രി ഒന്നും തന്നിട്ടുണ്ട്. ആംഗിൾ ക്യൂ 30 ഡിഗ്രി, 30 ഡിഗ്രി. എന്നിട്ട് നമ്മളോട് ഓരോരോ ചോദ്യം ചോദിക്കുകയാണ്. ആംഗിൾ ആർ എത്ര? നിങ്ങൾ എന്താ പഠിച്ചത്? നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ആ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാ? ഐസോസിലസ് ട്രയാംഗിൾ ആണ്, സമപാർശ്വ ത്രികോണം. അപ്പൊ 2 കോണുകളും തുല്യമാവണ്ടേ? തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പൊ അതാ നോക്കിയേ, ഇപ്പൊ നമുക്ക് ഓൾറെഡി പി ആറിന്റെ ഓപ്പോസിറ്റ് ആണ് 30 ഡിഗ്രി ഉള്ളത്. അപ്പൊ അതിന് ഈക്വൽ ആണ് പി ക്യു. പി ക്യുവിന്റെ ഓപ്പോസിറ്റും അപ്പോൾ 30 ഡിഗ്രി തന്നെ ഉണ്ടാവും. മക്കളെ കിട്ടി, ആംഗിൾ ആർ 30 ഡിഗ്രി ആണ്. ആംഗിൾ പിയോ? ആംഗിൾ പി 2 30 വന്നാൽ ബാക്കി 180ലേക്ക് എത്ര ഉണ്ട് നോക്കിയാൽ പോരെ. ഒന്ന് 30, ഇവിടെ 30, അപ്പൊ എത്ര? 60 കഴിഞ്ഞു. ഇനി ബാക്കി എത്ര? 180 തികയണ്ടേ? അപ്പൊ ഇവിടെ 120 ഉണ്ടാവും, 120 ഉണ്ടാവും. ആംഗിൾ പി 120 ഡിഗ്രി. സിമ്പിൾ. അപ്പൊ പഠിച്ചെന്താ? ഐസോസിലസ് ട്രയാംഗിൾ ഉള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ പഠിച്ചത്. 2 സൈഡ് 2 ആംഗിൾ സെയിം, ഏതെങ്കിലും ആംഗിൾ അല്ല കേട്ടോ, ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 is added to 3 times of a number gives 17. Find the number. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ 17 കിട്ടും. സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ ഏത് സംഖ്യയുടെ? അതറിയില്ല. അതറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒരു എക്സ് അങ്ങ് കൊടുത്തേക്കും. ആ സംഖ്യയുടെ 3 മടങ്ങിനോട് എക്സിന്റെ 3 മടങ്ങ് എത്ര? എക്സിന്റെ 3 മടങ്ങ് 3x, 3x. അപ്പൊ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് എന്താ ചെയ്യേണ്ടത്? 2 കൂട്ടണം. അപ്പൊ ഞാൻ ഇതൊക്കെ ഒഴിവാക്കുകയാണെ, നമുക്ക് വേണ്ട കാര്യമൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് വേണ്ടതുപോലെ അങ്ങ് ചെയ്താൽ പോരെ. ഒരു സംഖ്യ എക്സ് എഴുതണോ? സംഖ്യ എക്സ് എന്ന് കൊടുക്കണോ? നമുക്ക് കൊടുക്കാം സംഖ്യ ഈക്വൽ എക്സ്. അപ്പൊ ആ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x. അതിനോട് 2 കൂട്ടിയാൽ പ്ലസ് 2 കൊടുത്താൽ ആൻസർ 17 കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയാ? ഫൈൻഡ് ദ നമ്പർ. എന്താ ചെയ്യണ്ടേ? ഈ 2 എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടേക്കുക. 3x ഈസ് ഈക്വൽ പ്ലസ് 2 അങ്ങോട്ട് പോയാൽ -2. അപ്പൊ അത് 17 - 2 ആവും. 3x എന്ന് പറയുന്നത് 15 ആവും. 3x 15 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 15/3 അല്ലേ? ആൻസർ എത്രയാ? 5 ആണ് ആൻസർ. നമുക്ക് കിട്ടിയ ആൻസർ ശരിയാണെന്ന് വെറുതെ ആലോചിച്ച് നോക്ക്. 5ന്റെ 3 മടങ്ങ്, 5ന്റെ 3 മടങ്ങ് എത്രയാ? 15. അതിനോട് 2 കൂട്ടിയാൽ 15ഓട് 2 കൂട്ടിയാൽ 17. ശരിയാണ്. 3 മടങ്ങിനോട് ഒരു സംഖ്യയുടെ എന്താ പറഞ്ഞ 2 is added to 3 times a number gives 17. 17 കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫിഗർ ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചിത്രത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആംഗിൾ എ ബി സി കണ്ടുപിടിച്ചു കൊടുക്കണം. എ ബി സി. നിങ്ങൾ ആ പേര് വായിച്ചിട്ട് ആദ്യം ആ പേര് എവിടെയാണ് നോക്കണം, ആംഗിൾ എവിടെയാണ് വരുന്നതെന്ന്. എ ബി സി, ഇവിടെയാണ് നമ്മുടെ ആംഗിൾ അല്ലേ? 3 ലെറ്ററിൽ പേര് പറഞ്ഞാൽ നടുവിലത്തെ ലെറ്ററിലല്ലേ ആംഗിൾ വരിക. എ ബി സി എന്ന് പറഞ്ഞാൽ ബിന്റെ മുകളിലാണ് ആംഗിൾ ഉണ്ടാവുക. ഓക്കെ, ആ ആംഗിൾ എ ബി സി നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇപ്പൊ ആൻസർ കിട്ടുക? ഇത്ര പരിപാടിയുള്ളൂ. എടാ, ഇതെല്ലാം കൂടെ എത്ര ഡിഗ്രി വേണം? ഇതൊരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, ചതുർഭുജമല്ലേ? അപ്പൊ 4 ആംഗിളും കൂടെ 360 വേണം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? 110ഉം ഈ 70ഉം കൂടെ കൂട്ടിയാൽ 180. ആ 180നോട് ഈ 80ഉം കൂടെ കൂട്ടിയാൽ 260. നമുക്ക് വേണ്ടത് എത്രയാ? 360. അപ്പൊ 260 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി ഒരു 100 ഡിഗ്രി ഉണ്ടാവും. ഇപ്പൊ ഓക്കെ ആയില്ലേ? റെഡിയേ? 110 70ഉം 180 180 എത്രയാ? 260. 260 ബാക്കി 360ലേക്ക് ബാക്കി എത്രയാ? 100 ഡിഗ്രി. അങ്ങനെ നമുക്കത് 100 ഡിഗ്രിയാണ് കിട്ടി. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യനോ? ഇവിടെ 100 കിട്ടിയാൽ ഇത് എത്രയെന്നാണ് ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഇതിന് മാത്രം ടഫ് ആണോ? ഇത് 100 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 80 ഡിഗ്രി ഉണ്ടാവും. 8 0. അതെങ്ങനെ കിട്ടി 8 0? എങ്ങനെ മനസ്സിലായി? ലീനിയർ പെയർ, രേഖീയ ജോഡി നമ്മൾ പഠിച്ചതാ. എടാ, ഒരു ഇന്നർ ആംഗിളും അതേപോലെ ഒരു ഔട്ടർ ആംഗിളും കൂടെ പ്ലസ് ചെയ്താൽ ടോട്ടൽ 180 ഡിഗ്രി വരും. നമുക്കറിയാലോ, നമ്മുടെ രേഖീയ ജോഡിയാണ്. അത് രണ്ടുകൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി വേണം. അപ്പൊ 100 കഴിഞ്ഞാൽ ബാക്കി 80 എന്തായാലും ഉണ്ടാവും. അങ്ങനെ അതും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇതാണ് നെക്സ്റ്റ്. റേഷ്യോ ആണ്, അംശബന്ധാണ്. ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 2:3. 2:3 എന്ന റേഷ്യോയിലാണ് ബോയ്സും ഗേൾസും ആണ്. 2:3. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 50. ആകെ 50 കുട്ടികളുണ്ട്. ഈ 2:3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? 2x ആണ് ബോയ്സ്. ഗേൾസോ? ഗേൾസിന്റെ നമ്മൾ 3x എന്ന് എടുക്കും. ആകെ 50 കുട്ടികളുണ്ട്. അപ്പൊ ഈ 2x 3x കൂടെ കൂട്ടിയാൽ എത്രയാ? 5x.
അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 5x ആണ് ഈ 50. റെഡിയാ? അവർ തന്ന റേഷ്യോന്റെ കൂടെ എക്സ് ചേർത്ത് എഴുതിയാൽ കറക്റ്റ് എന്താന്ന് കിട്ടുമല്ലോ. അപ്പൊ എക്സ് നമുക്കൊന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ചാൽ 50 ചെയ്തിട്ട് നമുക്ക് 10 കിട്ടൂലേ? ഓക്കെ, അങ്ങനെ എക്സ് 10 കിട്ടി. ഇനിയിപ്പോ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്? ഗേൾസ് 3x അല്ലേ മക്കളെ? 3x ആണ് ഗേൾസ്. അതിൽ നമുക്കറിയാം എക്സ് 10. അപ്പൊ 3 × 10 30 ആണ്. ഇനി ബോയ്സോ? ബോയ്സ് 2x അല്ലേ? 2 × 10. ഇനി അതും അല്ലെങ്കിൽ 30 കഴിഞ്ഞാൽ ബാക്കി 50ലേക്ക് 20 അല്ലേ ഉണ്ടാവുക. അപ്പൊ രണ്ടാമത്തത് 20. ബോയ്സിന്റെ എണ്ണം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? നമ്പർ ഓഫ് ബോയ്സ് 20 ആണ്. നമ്പർ ഓഫ് ഗേൾസോ? നമ്പർ ഓഫ് ഗേൾസ് 30 ആണ്. ഇത്രയുമാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇങ്ങനത്തെ ഒരു റേഷ്യോ ക്വസ്റ്റ്യൻ വന്നാൽ സുഖമായി ചെയ്തു പോകണം. ഒരു ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. നിങ്ങൾ ചെയ്ത് പഠിക്കണേ. ഇങ്ങനെ ക്ലാസ് വെറുതെ കണ്ടുപോകരുത്. സിമ്പിൾ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തും കൂടെ നോക്കുക. അപ്പൊ കുറച്ചും കൂടെ സെറ്റ് ആയി കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. -3 × 4 മൾട്ടിപ്ലിക്കേഷൻ. -3 × 4 ഇത് സിമ്പിൾ ആണ്. ഇത് ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. വെറുതെ നിങ്ങൾ കാൽക്കുലേഷൻ ഒക്കെ അറിയോ? നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ചാപ്റ്റർ പഠിച്ചല്ലേ? ആ പരിപാടിക്ക് നിങ്ങൾക്ക് അറിയോ? ന്യൂനസംഖ്യകളുടെ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ അറിയോ എന്ന് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാ നോക്കാം. -3 × 4. 3 × 4 12 ആണ്. ഒരാൾ മൈനസും ഒരാൾ പോസിറ്റീവ്, ഒരാൾ മൈനസും ഒരാൾ പ്ലസും അല്ലേ? അപ്പൊ ആൻസർ നെഗറ്റീവ്. ആൻസർ -12 -12 കിട്ടി. അടുത്തതാണ് പ്രശ്നം. 5 മൈനസ്, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വീണ്ടും ഒരു -2. ഇങ്ങനെ 2 മൈനസ് അടുപ്പിച്ച് വന്നാൽ അത് 5 + 2 ആവൂലേ? ഇല്ലേ? അപ്പൊ എത്ര ആൻസർ? 7 എന്നാണ് അവിടെ ആൻസർ വരേണ്ടത്. 5 + 2 ആണ്. 2 മൈനസ് അടുപ്പിച്ച് അത് പ്ലസ് ആവേ. 5 + 2 7 ആണ് അവിടെ ആൻസർ വരേണ്ടത്. ഇവിടെ 5 2 ഗുണിച്ച് 10 എന്ന് എഴുതി വെക്കരുതേ. മൈനസും കൂടെ പ്ലസ് ആയിട്ട് 5 + 2 ആൻസർ 7 ആണ് അത് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. റൈറ്റ് 2 pairs of equal angles in the figure given below. 2 പെയർ ഈക്വൽ ആംഗിൾ എഴുതി കൊടുക്കണം. തുല്യമായ കോണുകൾ നമ്മൾ എഴുതി കൊടുക്കണം. 2 ജോഡി തുല്യ കോണുകളാണ് ഈ ചിത്രത്തിൽ നമ്മൾ എഴുതേണ്ടത്. പക്ഷേ എങ്ങനെ എഴുതും? ഇതിലെന്താ സംഭവം? ഇവിടെ 5, അതേപോലെ ഇവിടെയും 5, 6 6, 3 3. എടാ 3 സൈഡ് സെയിമാ. ഇത് നമ്മുടെ SSS. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്, വേറെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് സെയിം വന്നു. ഇത് തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിളാ. അപ്പൊ ആംഗിൾസ് എഴുതാൻ ഒരു പണിയുമില്ല. ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകൾ സെയിം ആയിരിക്കും. നമ്മളോട് 2 ജോഡിയല്ലേ എഴുതാൻ പറഞ്ഞു. നമുക്ക് വേണേൽ 3 എണ്ണം എഴുതി കൊടുക്കാം. നമ്മളോട് കളി നോക്കണേ. ആദ്യം ഞാൻ ആംഗിൾ എ എഴുതി. ആംഗിൾ എ ഈക്വൽ. ആംഗിൾ എക്ക് സെയിം ആയിട്ട് അപ്പുറത്തുള്ള ആളാരാ? 3 എന്ന് പറഞ്ഞ 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് ആംഗിൾ എ ഉള്ളത്. 3ന്റെ ഓപ്പോസിറ്റാ. അപ്പൊ ഇവിടെ ഉള്ള 3ന്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? ഇപ്പുറത്തുള്ള 3ന്റെ ഓപ്പോസിറ്റ് 6. അപ്പൊ ആ ആംഗിൾ 6 ആണ്. നെക്സ്റ്റ് വൺ ഒന്ന് കിട്ടിയേ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് സെയിം ആയിരിക്കും ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ആംഗിൾ എ ഈക്വൽ ആംഗിൾ ആർ. രണ്ടാമത്തെ നമുക്ക് 5 സെന്റിമീറ്റർ സെലക്ട് ചെയ്യാം. 5 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ഇവിടെ സി ഉണ്ട്. ഇവിടുത്തെ 5ന്റെ ഓപ്പോസിറ്റ് ക്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ആംഗിൾ സി ഈക്വൽ ആംഗിൾ ക്യൂ. 2 സെറ്റ്. 2 ചോദിച്ചുള്ളൂ. ഇനിയിപ്പോ ഒന്നുകൂടെ അല്ലേ ബാക്കിയുള്ളത്? അതും കൂടെ എഴുതി കൊടുത്താൽ ആംഗിൾ ബി ഈക്വൽ അപ്പുറത്ത് ഏതാ ബാക്കിയുള്ളത്? ആംഗിൾ പി. ഇങ്ങനെ 3 ജോഡി നമുക്ക് എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യനിൽ 2 ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ 12 സൈഡ്സ് പോളിഗൺ? അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. 12 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? ഈ കോണുകളുടെ എന്ന് മാത്രം പറഞ്ഞാൽ ഇന്നർ ആംഗിൾ ആട്ടോ എടുക്കേണ്ടത്. ബാഹ്യ കോൺ, പുറം കോൺ ആണെങ്കിൽ ഇത് പ്രത്യേകം പറയും. ഔട്ടർ ആംഗിൾ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയും. ചുമ്മാ ആംഗിൾസ് എന്ന് മാത്രം പറഞ്ഞു പോയാൽ അത് ഇന്നർ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 12 വശമുണ്ട്. ആംഗിളിന്റെ സമ്മ ചോദിച്ചത്. അത് കണ്ടുപിടിക്കാൻ നമ്മളെ ഇക്വേഷൻ അല്ലേ? എന്താ ഇക്വേഷൻ? n-2 × 180 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 2 കുറച്ചാൽ 10. അപ്പൊ 10 × 180 1800 ഡിഗ്രി ഉണ്ടാവും. 1800 ഡിഗ്രി എന്ന് വരും. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ? ഒരു സൈഡും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇതിപ്പോ 12 സൈഡ് അല്ലേ, 13 സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു ആംഗിളിന്? ഇന്നർ ആംഗിളിന്റെ സം എത്ര വരുന്നു? എടാ ഒരു സൈഡും കൂടെ കൂടുതൽ വന്നാൽ ഒരു 180 ഡിഗ്രിയും കൂടെ കൂടുതൽ ഉണ്ടാവും. ഉറപ്പല്ലേ? ട്രയാങ്കിളിൽ 180 ഡിഗ്രി. അത് ക്വാഡ്രിലാറ്ററൽ ആവുന്ന സമയത്ത് 4 സൈഡുള്ള ഷേപ്പിലേക്ക് പോകുന്ന സമയത്ത് 360 ആവൂലേ? ഒരു 180 കൂടെ കൂടും. ഇനി 5 സൈഡ് ആകുമ്പോൾ ഒരു 180 കൂടെ കൂടി 540 ആവും. ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പോൾ ഒരു സൈഡും കൂടെ കൂടിയ 1800 ഒരു 180 കൂടെ അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ ആൻസർ ഓക്കെ. 0891 1980 ഡിഗ്രി. ഒരു 180 കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. ഇത്ര ഉണ്ടാവും, 1980 ഡിഗ്രി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ആണെങ്കിൽ ഇത് ചോദിക്കും കേട്ടോ. വന്നാൽ ചെയ്യണേ.
നെക്സ്റ്റ് 4 added to 4 times a number is 40. 4 added 4 കൂട്ടണം ആരോട് 4 times a number. അപ്പൊ നമ്മൾ എങ്ങനെയാ തുടങ്ങുക? നമ്മൾ ആ നമ്പർ എക്സ് ആക്കി എടുത്തു. എക്സ്, ആ എക്സിനോട് എന്താ ചെയ്യേണ്ടത്? 4 added to 4 times a number എക്സ്, അതിനോട് 4 added. ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ട്, 4 ടൈംസ് എന്നാണല്ലേ പറഞ്ഞേ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധ ചെയ്യണേ. 4 added to 4 times a number. അപ്പൊ നമ്പർ നമുക്ക് എക്സ് ആക്കി എടുത്താൽ അതിന്റെ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ 4x അല്ലേ? അപ്പൊ 4xനോടാണ് നമ്മൾ 4 ആഡ് ചെയ്യുന്നത്. ഒരു സംഖ്യയുടെ 4 മടങ്ങിനോട് 4 കൂട്ടി. എഴുതി വെച്ച നല്ലോണം നോക്കണേ മക്കളെ. എക്സ് ആണ് സംഖ്യ, അതിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4x. അതിനോട് 4 കൂട്ടി. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 40 ആണ്. ഇനി എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 4 ടൈംസ് ദ നമ്പർ? 4 ടൈംസ് ആ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ എന്ന് വെച്ചാൽ 4x എത്രയാന്ന്. എക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ 4x എത്രയെന്നാണ് അവർ ചോദിച്ചത്. 4 മടങ്ങ്, സംഖ്യയുടെ 4 മടങ്ങ് എത്രയാന്ന്. അപ്പൊ ഈ 4 എടുത്ത് അങ്ങോട്ട് ഇട്ടാ പോരെ. ഇവിടെ ഉള്ള 4x ഇവിടെ വെച്ചിട്ട് ഈ 4 എടുത്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ 40 മൈനസ് 4 36 ആയിരിക്കും 4x, അല്ലെങ്കിൽ 4 ടൈംസ് 4 മടങ്ങ് എത്ര? എ ക്വസ്റ്റ്യൻ 4 മടങ്ങ് 36 ആന്ന് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ സംഖ്യ എത്രയാ? സംഖ്യ എത്രയാന്ന് ചോദിച്ചാൽ ഈ 4നെയും കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എക്സ് ഈക്വൽ 4 അങ്ങോട്ട് പോയാൽ 36/4 9. സംഖ്യ 9 ആയിരിക്കും. റെഡിയേ? 4 മടങ്ങ് മൊത്തം ചോദിച്ചാൽ 36, ആ സംഖ്യ മാത്രം ചോദിക്കുമ്പോൾ അത് 9 ഉള്ളൂ. 9 4 36. അപ്പൊ അങ്ങനെയല്ലേ വരണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ, അതിന്റെ ആൻസർ എന്താ? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ, എ പ്ലസ് ബി ഓൾ സ്ക്വയർ നമ്മൾ പഠിച്ചല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെ വരും. അപ്പൊ വിട്ടുപോയ ഭാഗം ഏതാ? വിട്ടുപോയത് 2xy ആണ് കേട്ടോ. എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതേ പരിപാടി. ഇനി 21ന്റെ സ്ക്വയർ ഇതേപോലെ എങ്ങനെ എഴുതാം? 21നെ നിങ്ങൾക്ക് 20 പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 21ന് പകരം ഇതേപോലെ എഴുതിയാൽ എക്സ് പ്ലസ് വൈ പോലെ എഴുതിയാൽ എന്താ സംഭവിക്കുക? 20 പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ആദ്യം എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ 20ന്റെ സ്ക്വയർ. ആ 20ന്റെ സ്ക്വയർ ആണ് അവരവിടെ 400 എന്ന് എഴുതി വെച്ചു. പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. എക്സിന് പകരം 20, വൈക്ക് പകരം 1. അപ്പൊ 2 ഇൻറ്റു 20 ഇൻറ്റു 1 ആണ് അവിടെ വരേണ്ടത്. അത് കഴിഞ്ഞ് പ്ലസ് ഒരു 1. ഇത്രയല്ലേ ഉണ്ടാവുക? 20ന്റെ സ്ക്വയർ 400 പ്ലസ് 2 20 40 ഇൻറ്റു 1 40 പ്ലസ് 1. ഇനി നിങ്ങൾ രണ്ടും നോക്ക്. എന്താ നടുവിൽ എന്താ വരിക? നടുവിൽ ആ വിട്ടുപോയ ഭാഗം 40 ആണ്. അവിടെ കൊടുക്കേണ്ടത് 40 ആണ്. അപ്പൊ മാറിപ്പോണ്ട, അവിടെ കൊടുക്കേണ്ട നമ്പർ ഏതാന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായി എന്ന് വിചാരിക്കുന്നു. എത്ര നമ്പർ എത്രയാ? 40 ആണ് ആ നമ്പർ, 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത്. ചിത്രത്തിൽ ABCD ഒരു സമപാർശ്വ ലംബകമാണ്, ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ, ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താ? താഴെ 2 ആംഗിളില്ലേ, ആ 2 ആംഗിൾ സെയിം ആയിരിക്കും. ആൻസർ പറഞ്ഞു ഇല്ലേ? അറിയില്ലേ? 2 ആംഗിൾ, താഴത്തെ 2 ആംഗിൾ സെയിം അല്ലേ? 2 സൈഡും 2 ആംഗിളും സെയിം വരും. 2 സൈഡ് താഴെയുള്ള 2 ആംഗിളും സെയിം വരും. അതേപോലെ മുകളിലുള്ള 2 ആംഗിളും സെയിം വരും. നമുക്കറിയാം, നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. വീടിന്റെ മേൽക്കൂര പോലെ ഉണ്ടാവും നമ്മളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അവിടെ നോക്കോ. ക്വസ്റ്റ്യനിൽ കാണാൻ പറയുന്നത് ഇവിടെ ഒരു 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ബി എത്രയാണ്? ആംഗിൾ ബിയും 80 ഡിഗ്രി തന്നെ ഉണ്ടാവും. അത് രണ്ടും സെയിം അല്ലേ? ആ താഴെ 2 ആംഗിൾ സെയിമേ വരുള്ളൂ. 80 നോക്കണേ മക്കളെ. ഇതാ ഇങ്ങനെ പഠിച്ചു വെച്ചോ. ഇത് രണ്ടും സെയിം ആയിരിക്കും. അതേപോലെ ഈ മുകളിലുള്ള 2 എണ്ണവും സെയിം ആയിരിക്കും. ഇനി ഒന്ന് മുകളിലുള്ള ഒന്ന് താഴെയുള്ള കൂടെ നോക്കിയാലോ? അങ്ങനെ നോക്കിയാൽ രണ്ടും കൂടെ 180 ഡിഗ്രി ഉണ്ടാവും. ഒരേ ഭാഗത്ത് മുകളിലും താഴെയുള്ള രണ്ടും കൂടെ 180 ഉണ്ടാവും. ഏതാ? ഇവിടെയും കൂടെ 180 ഉണ്ടാവും. ഓക്കെ, താഴെ 2 എണ്ണം സെയിം, മുകളിലുള്ള 2 എണ്ണം സെയിം. ഒന്ന് മുകളിലും താഴെയായിട്ട് വന്ന് അങ്ങനെ എടുത്താലോ? അങ്ങനെ എടുത്താൽ 180 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, എത്ര ആൻസർ? ഇവിടെ 80, ബാക്കി ഇത് എത്രയാ? ബാക്കിയുള്ള ആംഗിൾ സി ഇതാ. ഇവിടെ 80 കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ സി 100 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആൻസർ 100 ഡിഗ്രിന്ന് ആൻസർ വരും കേട്ടോ. ബാക്കി ആംഗിൾ സി എത്രയെന്നാണ് ചോദിച്ചത്? ആംഗിൾ സി നമുക്ക് ആൻസർ കിട്ടി. ആംഗിൾ സി 100 ഡിഗ്രി ആണ്, 100 ഡിഗ്രി ഉണ്ടാവും. മറ്റേത് 80 ഉണ്ടാവും. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഏതാ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇത് തന്നെയല്ലേ? യെസ്, നോക്കാം. ABCD is a square. AB 4 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ? ചുറ്റളവ് എത്രയാണ്? ഒരു സൈഡ് 4 ആണ്, ചുറ്റളവ് എത്രയാ? ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 4a അല്ലേ? 4 ഇൻറ്റു വശമല്ലേ? അപ്പൊ 4 ഇൻറ്റു 4 ചെയ്താൽ 16 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് ചുറ്റളവ് വരും. 4a കേട്ടോ. 4 സൈഡും കൂടെ കൂട്ടിയാൽ പെരിമീറ്റർ ആയി. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് ദ പെരിമീറ്റർ? ഒരു സൈഡും പെരിമീറ്ററും തമ്മിലുള്ള റേഷ്യോ എന്താ?
ഒരു സൈഡ് നമുക്ക് എ എന്ന് കൊടുക്കാം, ഈസ് ടു പെരിമീറ്റർ നമുക്ക് 4A എന്ന് കൊടുക്കാം. ഇതല്ലേ സംഭവം? ഒരു സൈഡ് എ ആണെങ്കിൽ പെരിമീറ്റർ 4A. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എയിൽ എഴുതാൻ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 വെച്ച് തന്നെ എഴുതിക്കോ. ഒരു സൈഡ് 4 വരുന്ന സമയത്ത് പെരിമീറ്റർ 16 ആണ്. ഒരു സൈഡ് 4 വന്നപ്പോൾ പെരിമീറ്റർ 16. അപ്പൊ നമ്മുടെ റേഷ്യോ എത്രയാ? 4 എന്ന് പറഞ്ഞാൽ 1 4 4, 16 4 4, ചെറുതാക്കി എടുത്താൽ 1:4 എന്ന് ആൻസർ വരും കേട്ടോ. 4 കൊണ്ട് കട്ട് ചെയ്താണ് 1 4 4 4 4 16, 1:4 ആയിരിക്കും റേഷ്യോ കേട്ടോ. വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് ദ പെരിമീറ്റർ? വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധമാണ് ഈ കിട്ടിയത്. മക്കളെ കഴിഞ്ഞില്ലടാ, ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ലാസ്റ്റ്. ഇതാണ് ലാസ്റ്റ് കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ ഓഫ് എ 12-സൈഡഡ് റെഗുലർ പോളിഗൺ? 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു പുറം കോണിന്റെ അളവ് എത്ര? അതേപോലെ ഒരു അകക്കോണിന്റെ അളവ് എത്ര? 2 ക്വസ്റ്റ്യന്റെ കൂടെ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ? എങ്ങനെ കണ്ടുപിടിക്കുക ഒരു ഔട്ടർ ആംഗിൾ? എല്ലാ ഔട്ടർ ആംഗിളും കൂടെ എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രിയാണ് എല്ലാ ആംഗിളും. ഔട്ടർ ആംഗിൾ മൊത്തം 360 ഡിഗ്രി. അങ്ങനത്തെ 12 സൈഡില്ലേ? അപ്പൊ നമുക്ക് അതിനെ 12 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 12 അല്ലേ 36. അപ്പൊ നമുക്കിത് 30 ഡിഗ്രി എന്ന് കിട്ടും. 30 ഡിഗ്രിയാണ് ഒരു ഔട്ടർ ആംഗിൾ വരിക. അപ്പൊ ബി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എത്രയാ? ഒരു ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 വരണം അല്ലെ? രേഖീയ ജോഡിയാണ്. ഒരു ഔട്ടർ ആംഗിൾ 30 വരികയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഇന്നർ ആംഗിൾ ഉറപ്പാണ് 180 30 കുറച്ചാൽ കിട്ടുന്ന 150 ഡിഗ്രി ആയിരിക്കും ആൻസർ വരിക. സെറ്റ് അല്ലേ? അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിച്ചുപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്തായാലും ചെയ്തു പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിന്റെ ആ ടൈപ്പ് ഇതേപോലത്തെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് നമ്മളെ മാർക്ക് പോകാൻ പാടില്ല. പിന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് ലൈവ് ഉണ്ട്. അപ്പൊ ലൈവിലേക്ക് മക്കൾ എല്ലാവരും കറക്റ്റ് സമയത്തിന് നിങ്ങൾ പോരുക. 7:30 ഇവിടെ എത്തുക കേട്ടോ. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഉഷാറാക്കി നമുക്കിന്ന് പഠിക്കണം. അപ്പൊ എല്ലാവരെയും വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ.